بسم الله الرحمن الرحيم إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ സൂക്ഷ്മതയുള്ളവരായി, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മുടെ വിഷയം അബൂ മഹ്ദൂറ എന്ന സഹാബിയുമായി ബന്ധപ്പെട്ടാണ്. അബൂ മഹ്ദൂറ നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ബാങ്കിയാണ്, മുഅദ്ദിനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നിലധികം മുഅദ്ദിനുമാരുണ്ടായിരുന്നു, ബാങ്കികളുണ്ടായിരുന്നു. മദീനയിൽ ബിലാൽ ഇബ്നു റബാഹ് അല്ലെങ്കിൽ ബിലാൽ ഇബ്നു ഹുമാമ, അംർ ഇബ്നു അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം, ഖുബൈൽ, സഅദുൽ ഖറദ്, മക്കയിൽ അബൂ മഹ്ദൂറ. ഈ 4 ബാങ്കികളാണ് പ്രസിദ്ധർ. സഅദുൽ ഖറദ്, മസ്ജിദ് ഖുബൈൽ, മസ്ജിദുൻ നബവിയിൽ ബിലാലും അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂമും, മക്കയിൽ അബൂ മഹ്ദൂറ. മറ്റു ചിലരും ബാങ്കികളായിട്ട് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും തിരുനബിയുടെ പ്രധാന ബാങ്കികൾ ഇവരാണ്. ഇതിൽ മക്കയിലെ ബാങ്കിയായ മുഅദ്ദിനായ അബൂ മഹ്ദൂറയുടെ ചരിത്രം ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിനാലാണ് ആ ഒരു വിഷയം ഇവിടെ നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുത്തത്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ബാങ്കുമായി ബന്ധപ്പെട്ട അബൂ മഹ്ദൂറയുടെ പേര്
കാണുവാൻ സാധിക്കും. കാരണം അബൂ മഹ്ദൂറയിൽ നിന്നും ബിലാലിൽ നിന്നും മറ്റും ഉദ്ധരിക്കപ്പെടുന്നതായ ബാങ്കുകളുടെ ലഫ്ലുകളിൽ ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ ഈ സഹാബികളിൽ നിന്ന് അവരുടെ ബാങ്കുകളെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉള്ള വ്യത്യാസമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ മക്കക്കാർ അബൂ മഹ്ദൂറയുടെ ബാങ്കാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അബൂ മഹ്ദൂറയുടെ ബാങ്കിൽ തർജിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിലെ ആദ്യത്തെ 2 ലഫ്ദുകൾ പതുക്കെ ശബ്ദം താഴ്ത്തി പറഞ്ഞ് പിന്നെ ഉറക്കനെ പറയാ, അങ്ങനെ. എന്നാൽ ഇമാം അബൂ ഹനീഫയും ഇറാഖുകാരും അബൂ മഹ്ദൂറയുടെ ബാങ്കും ബിലാലിൻ്റെ ഇഖാമത്തും, ഇമാം അഹ്മദ് അതേപോലെ തന്നെ അഹ്ലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ, മദീനക്കാർ, അവർ ബിലാലിൻ്റെ ബാങ്കും ബിലാലിൻ്റെ ഇഖാമത്തും, ബിലാലിൻ്റെ ബാങ്കും ബിലാലിൻ്റെ ഇഖാമത്തും, അതാണ് ഇന്ന് ആഗോളതലത്തിൽ പ്രസിദ്ധം. എല്ലായിടത്തൊക്കെ ബാങ്ക് കൊടുക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായ ബാങ്കും ഇഖാമത്തുമാണ്. ബാങ്കിലെ ലഫ്ദുകൾ ആവർത്തിച്ച് ഇഖാമത്തിലെ ലഫ്ദുകൾ ഒറ്റയാക്കിയിട്ട് ഖദ് ഖാമത്തി സ്വലാ എന്നുള്ളത് മാത്രം ഇഖാമത്തിൽ ഇരട്ടിപ്പിച്ചുകൊണ്ടുള്ളതായ ആ രീതി, അതാണ് ബിലാലിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടുള്ളത്. അബൂ മഹ്ദൂറയുടെയും ബിലാലിൻ്റെയും ബാങ്കിലെ ലഫ്ദുകൾക്കിടയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പറഞ്ഞു വരുന്നത് അബൂ മഹ്ദൂറ എന്ന ഈ കഥാപാത്രം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് അബൂ മഹ്ദൂറയുടെ ചരിത്രം? അബൂ മഹ്ദൂറയുടെ കുടുംബത്തിലായിരുന്നു അബൂ മഹ്ദൂറയ്ക്ക് ശേഷം മക്കയിൽ ബാങ്ക് വിളി നിലനിന്നിരുന്നത് എന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരു കവി പറയുന്നത്, അമാ വറബ്ബിൽ കഅബത്തിൽ മസ്തൂറ വമാ തഅല മുഹമ്മദും മിൻ സൂറ വന്നഗമാതി മിൻ അബി മഹ്ദൂറ ലഅഫ്അലന്ന ഫഅലതൻ മദ്കൂറ എന്നാണ്. അതായത് കഅബയെ സത്യം ചെയ്തുകൊണ്ട്, കഅബയുടെ റബ്ബിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഒരാൾ പറയാണ്, മുഹമ്മദ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാലമത്രയും അബൂ മഹ്ദൂറയുടെ ബാങ്കിൻ്റെ ധ്വനികൾ നിലനിൽക്കുന്ന കാലമത്രയും ഞാൻ ഈ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും, കഅബയുടെ റബ്ബാണെന്ന് പറഞ്ഞ് കവി സത്യം ചെയ്യാണ്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹിനെ കുറിച്ച് പറയാണ് സൂറത്ത് ഓതുന്ന കാലമത്രയും. അബൂ മഹ്ദൂറയെ കുറിച്ച് പറയാണ് അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം അത് ബാങ്കായി നിലനിൽക്കുന്ന കാലമത്രയും. അപ്പോൾ ഇവിടെ അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു ബാങ്കിൻ്റെ വിഷയത്തിൽ പ്രസിദ്ധനാണ്. അതുകൊണ്ടാണ് ഒരു കവി തൻ്റെ കവിതയിൽ അബൂ മഹ്ദൂറയുടെ സ്വരമാധുര്യം ഇവിടെ അനുസ്മരിച്ചത്. എന്താണ് അബൂ മഹ്ദൂറയുടെ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന് വന്ന്, അങ്ങനെ മക്കം ഫതഹായി. മക്കം ഫതഹിനെ തുടർന്ന് ചരിത്രപ്രസിദ്ധമായ ത്വായിഫ് യുദ്ധം, അതേപോലെ തന്നെ ഹുനൈൻ യുദ്ധമൊക്കെ നടന്ന്, അങ്ങനെ മക്ക ഫതഹായി തിരുനബി ത്വായിഫും അതേപോലെ ഹുനൈനുമൊക്കെ വിജയിച്ച് വീണ്ടും മക്കയിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ ആ മടക്ക വഴിയിലാണ് അബൂ മഹ്ദൂറയുമായി ബന്ധപ്പെട്ടുള്ളതായ ചരിത്രം അരങ്ങേറുന്നത്. അതെന്താ? ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ മഹ്ദൂറ ഈ സംഭവം തൻ്റെ മൗലയായ അബ്ദുല്ലാ ഇബ്നു മുഹൈരിസിനോട് പറയാണ്. അബ്ദുല്ലാ ഇബ്നു മുഹൈരീസ് എന്ന തൻ്റെ മൗലയോട് പറയാണ്. ഈ അബ്ദുല്ലാ ഇബ്നു മുഹൈരീസ് അബൂ മഹ്ദൂറയോട് യാത്ര പറഞ്ഞ് സിറിയയിലേക്ക് പോവുകയാണ്. അബൂ മഹ്ദൂറ അവിടെ ജീവിച്ച നാളിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ സിറിയയിലേക്ക് പോവുകയാണ്. ഞാൻ സിറിയയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും, അബൂ മഹ്ദൂറയുടെ അടുക്കൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. അബൂ മഹ്ദൂറ മക്കയിൽ റസൂലുള്ളാഹിൻ്റെ ബാങ്കിയാണ്, മുഅദ്ദിനാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് സിറിയക്കാരോട് വിവരം പറയണം. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ചരിത്രം, അത് പറഞ്ഞു തരണം എന്നാണ് അബ്ദുല്ലാ ഇബ്നു മുഹൈരീസ് അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അബൂ മഹ്ദൂറ പറയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം.
ഖറജ്തു ഫീ നഫരിൻ ഫകുന്ന ബിബഅദി തരീഖി ഹുനൈൻ. ഞാൻ ഒരു സംഘം ആളുകളോടൊത്ത് പുറപ്പെട്ട് അങ്ങനെ ഹുനൈനിൽ നിന്നുള്ള വഴിയിൽ ഞാനും എൻ്റെ കൂട്ടുകാരായിട്ടുള്ളൊരു സംഘവുമുണ്ട്. ഈ അബൂ മഹ്ദൂറയ്ക്ക് ഹുനൈൻ യുദ്ധം നടന്നിട്ടില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് 16 വയസ്സാണ്. അപ്പോൾ 16 വയസ്സുള്ള ഞാനും എൻ്റെ കൂട്ടുകാരും ഹുനൈനിൽ നിന്നുള്ള വഴിയിൽ നിൽക്കുമ്പോൾ ഫഖഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിൻ ഹുനൈൻ. ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യാത്ര തിരിക്കുകയാണ്, മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. فلقينا رسول الله صلى الله عليه وسلم ببعض الطريق فأذن مؤذن رسول الله صلى الله عليه وسلم بالصلاة عند رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹി മടങ്ങി വരികയാണ്. ഞങ്ങൾ വഴിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിനെ കണ്ടു. ആ സമയത്ത് നമസ്കാര സമയമായപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുഅദ്ദിൻ ബാങ്കി വിളിച്ചു. അപ്പോൾ റസൂലുള്ളാഹി അടുത്തുണ്ട്. അബൂ മഹ്ദൂറ പറയാണ്, ഞങ്ങൾ യുവാക്കളാണല്ലോ. ഫസമിഅനാ സൗത്തൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നവൻ്റെ ബാങ്ക് വിളി ഞങ്ങൾ കേട്ടു. വനഹ്നു മുതനക്കിബൂൻ, ഞങ്ങൾ മുതനക്കിബൂൻ എന്ന് പറഞ്ഞാൽ മുഅ്രിദൂൻ എന്നർത്ഥം. ഞങ്ങൾ റസൂലുള്ളാഹിനെ സ്വീകരിക്കുകയോ ഇസ്ലാം ആശ്ലേഷിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആ അവസരത്തിലാണ് ഞങ്ങൾ കണ്ടത് ഇവരെന്ത് ചെയ്തിട്ട് ഇവർ മക്കയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഹുനൈനിലൊരു വഴിയിൽ പോയിട്ട് അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് തിരുനബി ഹുനൈൻ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നിസ്കാര സമയമായപ്പോൾ ബാങ്ക് വിളിക്കണത് മുഅദ്ദിൻ. അപ്പോൾ അത് കേട്ടപ്പോൾ ഫസറഖ്നാ നഹ്കീഹി വനസ്തഹ്സിഉ ബിഹി, ബാങ്ക് വിളി കേട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഒളിഞ്ഞു നിന്നിട്ട് കൂവാൻ തുടങ്ങി. ബാങ്കിനെ അനുകരിച്ച് കൂവാൻ തുടങ്ങി, കളിയാക്കിയിട്ട് കൂവാൻ തുടങ്ങി. അതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിനെ കളിയാക്കിയിട്ട് ഞങ്ങൾ കൂവാൻ തുടങ്ങി. ഫസമിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൗത്ത്, ഞങ്ങൾ കളിയാക്കി ബാങ്ക് വിളിക്കുന്നത് റസൂലുള്ളാഹി കേട്ട്. ഫഅർസല ഇലൈന ഇല അൻ വഖഫ്ന ബൈന യദൈഹി, ഉടനെ റസൂലുള്ളാഹി ആളയച്ച്. ആരാണ് ആ ബാങ്കിനെ കളിയാക്കണതോ അല്ല പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ സഹാബികൾ പിടിച്ചു കൊണ്ടിട്ട് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ നിർത്തി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അയ്യുക്കുമുല്ലദീ സമിഅതു സൗതഹു ഖദ് ഇർതഫ, നിങ്ങളിൽ ഏറ്റവും ഒച്ചത്തിൽ ബാങ്ക് കൊടുത്ത ആളാരാണ്? റസൂലുള്ളാഹി ചോദിച്ചു. ഫഅശാറൽ ഖൗമു കുല്ലുഹും ഇലൈ, അബൂ മഹ്ദൂറ പറയാണ് എല്ലാവരും എന്നെ ചൂണ്ടിക്കാണിച്ച്, ഒച്ചത്തിൽ കളിയാക്കിയത് ഇയാളാണ് പറഞ്ഞു. വസദഖു, അബൂ മഹ്ദൂറ പറയാണ് ശരിയാണ്, ഞാനാണ് ഒച്ചത്തിൽ ബാങ്ക് വിളിച്ചത്. ഫഅർസല കുല്ലഹും വഹബസനി, എല്ലാവരും വിട്ടു, എന്നെ അവിടെ പിടിച്ചു നിർത്തി. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഖും ഫഅദ്ദിൻ ബിസ്സല, റസൂലുള്ളാഹി പറഞ്ഞു നിൽക്ക്, എഴുന്നേൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ഫഖുംതു, അബൂ മഹ്ദൂറ പറയാണ് ഞാൻ എഴുന്നേറ്റ് നിന്നു. വലാ ഷൈഅ അക്റഹു ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വലാ മിമ്മാ യഅ്മുറുനി ബി, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് റസൂലുള്ളാഹിയോളം വെറുപ്പുള്ള ഒരു സംഗതിയില്ല, റസൂലുള്ളാഹി എന്നോട് കൽപ്പിക്കുന്നതിനോളം വെറുപ്പുള്ള ഒരു സംഗതിയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ സമയത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പ് ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലുള്ളാഹി എന്താണോ എന്നോട് കൽപ്പിക്കുന്നത് അതാണ് ഏറ്റവും വെറുപ്പുള്ളത്. എന്താ റസൂലുള്ളാഹി കൽപ്പിക്കുന്നത്? ബാങ്കാണ്. അതാണ് അബൂ മഹ്ദൂറ പറയുന്നത്. ഫഖുംതു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഈ വെറുപ്പോടുകൂടി ഞാൻ നിന്നു. ഫഅൽഖാ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്തഅദീൻ ഹുവ നഫ്സുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് എനിക്ക് ബാങ്ക് ഓതി തന്നു, ബാങ്ക് പറഞ്ഞു തന്നു, ബാങ്ക് വിളി അതിൽ ലഫ്ദുകൾ പറഞ്ഞു തന്നു. ഫഖാല ഖുൽ, തിരുനബി എന്താ പറഞ്ഞത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങിയിട്ടുള്ളതായ ബാങ്കിൻ്റെ ലഫ്ദുകൾ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂ മഹ്ദൂറക്ക് പറഞ്ഞു കൊടുത്തത്. അബൂ മഹ്ദൂറയുടെ ഹദീസിൻ്റെ റിവായത്തിൽ വന്ന രീതിയിൽ അങ്ങനെ ആ ലഫ്ലുകൾ ഓതിക്കൊടുത്തതിന് ശേഷം അത് അബൂ മഹ്ദൂറ പറഞ്ഞു. സുമ്മ ദഅാനി ഹീന ഖളൈതു തഅദീൻ, അങ്ങനെ ബാങ്ക് വിളി അവസാനിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി എന്നെ വിളിച്ചു. ഫഅഅതാനി സുറത്തൻ ഫീഹാ ശൈഉൻ മിൻ ഫിദ്ദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എനിക്കൊരു പാത്രം, ഒരു ചെപ്പ് പോലുള്ള ഒരു പാത്രം തന്നു. ഫിഹാ ശൈഉൻ മിൻ ഫിദ്ദ, അതിലൽപ്പം വെള്ളി ഉണ്ടായിരുന്നു, വെള്ളി.
ثم وضع يده على ناصية أبي محذورة ثم أمرها على وجهه مرتين ثم مرتين على يديه ثم على كبده. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മഹ്ദൂറയുടെ മൂർദാവിൽ തിരുനബിയുടെ കൈവച്ച് അത് അബൂ മഹ്ദൂറയുടെ മുഖത്തിലൂടെയും കൈകളിലൂടെയും അതേപോലെ തന്നെ ഈ മാറിൽ വയറിൻ്റെ ഭാഗങ്ങളിലൂടെയും പൊക്കിളിൻ്റെ അതുവരെ എത്തുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവി എന്നാണ്. അതാണ് ബലഗത് യദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറത്ത് അബി മഹ്ദൂറ എന്നാണ്. അബൂ മഹ്ദൂറയുടെ പൊക്കിൾ വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ തടവി എത്തി. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു നിങ്ങളിൽ ബർക്കത്ത് ചൊരിയട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. ഫഖുൽത്, അബൂ മഹ്ദൂറ പറയാണ്, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് മുർനി ബിതഅ്ദീനി ബിമക്ക, അള്ളാഹുവിൻ്റെ റസൂലെ, മക്കത്ത് ബാങ്ക് വിളിക്കുവാൻ നിങ്ങൾ എന്നെ അനുവദിച്ചാൽ, അല്ലെങ്കിൽ എന്നോട് കൽപ്പിച്ചാലും. ഫഖാല ഖദ് അമർതുക ബിഹ്, അതിനുള്ള കൽപ്പന ഞാൻ നൽകിയിരിക്കുന്നു. അബൂ മഹ്ദൂറ പറയാണ്, വദഹബ കുല്ലു ഷൈഇൻ കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ കറാഹിയത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഴുവൻ വെറുപ്പും അതോടുകൂടി എന്നിൽ നിന്ന് പോയിരുന്നു. വആദ ദാലിക മഹബ്ബതൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വെറുപ്പ് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമായി മടങ്ങിയിരുന്നു. അങ്ങനെ ഫഖദിംതു അലാ അത്താബ് ഇബ്നു ഉസൈദ് ആമിലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമക്ക, ഞാൻ മക്കയിലേക്ക് പോയി. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗവർണർ അത്താബ് ബിൻ ഉസൈദാണ് റളിയല്ലാഹു അൻഹു. അത്താബ് ബിൻ ഉസൈദ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗവർണറുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. അങ്ങനെ ഫഅദ്ദൻതു മഅഹു ബിസ്സലാഹ് അൻ അംരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാൽ ഞാൻ അദ്ദേഹത്തോടൊത്ത് നിന്ന് ഞാൻ ബാങ്ക് വിളിക്കുകയുണ്ടായി എന്നാണ് അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം, അബൂ മഹ്ദൂറയുടെ ബാങ്ക് വിളി മക്കയിൽ തുടർന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്നു അദ്ദേഹത്തിന് ശേഷം ബാങ്ക് കൊടുത്തിരുന്നതെന്നാണ്. കാബിറൻ അൻ കാബിരിൻ എന്നാണ്. തലമുറകളായിട്ട് ആ കുടുംബത്തിലായിരുന്നു മക്കയിലെ ബാങ്ക് വിളി നിലനിന്നിരുന്നത് എന്നാണ്. ഇതാണ് അബൂ മഹ്ദൂറയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം. ഇതിൽ നിന്നാണ് നമുക്ക് ഇനി ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒന്ന്, ബാങ്കിൻ്റെ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനിൽ നിന്ന് മടങ്ങുമ്പോൾ, സൈന്യമായിട്ട് മടങ്ങുമ്പോൾ നിസ്കാര സമയമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ബാങ്ക് വിളിച്ചു. അത് അന്നത്തെ ശത്രുക്കൾ കേട്ടപ്പോൾ അവർ പരിഹസിച്ചുകൊണ്ട് ബാങ്കിനെ കളിയാക്കി ബാങ്ക് വിളി നടത്തി. അതിൽ അബൂ മഹ്ദൂറ വേറിട്ട ശബ്ദമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മഹ്ദൂറയെ വിളിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചു. ബാങ്ക് വിളി അദ്ദേഹത്തെ പഠിപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ആ ബാങ്ക് വിളിച്ചതിൽ ഒരു ഹദിയ, സമ്മാനം നൽകി, ഒരു പാത്രത്തിൽ വെള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അബൂ മഹ്ദൂറ ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയും കൊടിയ ശത്രുവും തിരുനബിയെ ഏറ്റവും വെറുപ്പുള്ള കഥാപാത്രവുമായിരുന്നു. പക്ഷേ നിമിഷങ്ങൾ അബൂ മഹ്ദൂറ ഇസ്ലാമിലാളായി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തിത്വമായി, ഇസ്ലാമിൻ്റെ ബാങ്കിയായി. മക്കയിൽ വിശുദ്ധ ഹറമിൽ ആളുകളെ നമസ്കാരത്തിന് ക്ഷണിക്കുക എന്നുള്ള ദൗത്യം അത് അബൂ മഹ്ദൂറ സ്വന്തമാക്കി. അത് മഹാഭാഗ്യമാണ്. ഈ ചരിത്രത്തിൽ നമുക്ക് കുറേ വിഷയങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്.
അതിൽ ചിലത് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളോടൊപ്പം ശത്രുവായി അബൂ മഹ്ദൂറ എത്ര സമയം ഉണ്ടായത്? വളരെ കുറച്ച് സമയം ഉണ്ടായത്. ആ സമയത്തിൽ അബൂ മഹ്ദൂറ ഹിദായത്ത് ലഭിച്ച് ഇസ്ലാമിൽ ഒരു മെമ്പറായി. കുറഞ്ഞ സമയങ്ങൾ, ഏതാനും നിമിഷങ്ങളാണ് അബൂ മഹ്ദൂറ ഇസ്ലാം സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടായത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ദീർഘകാലം ജീവിച്ച പലരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയുന്ന, തിരുനബിയുടെ അകവും പുറവും അറിയുന്ന കുറേ ആളുകൾ, അവർക്ക് ഇസ്ലാം സ്വീകരിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ. അള്ളാഹു ആർക്ക് ഹിദായത്ത് ഏകിയോ അയാൾക്കാണ് ഹിദായത്ത്. അള്ളാഹു ആർക്ക് ഹിദായത്ത് തടഞ്ഞോ അയാൾക്ക് ഹിദായത്തില്ല. ഒരാളും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും മനുഷ്യന്മാരുടെ ഹിദായത്ത് ഉടമപ്പെടുത്തിയിട്ടില്ല. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. അള്ളാഹു ഹിദായത്ത് കനിഞ്ഞവർ മാത്രമാണ് മാർഗദർശനം ഉൾക്കൊള്ളുകയും ഹിദായത്ത് ഉൾക്കൊള്ളുകയും ചെയ്തവർ. അബൂ മഹ്ദൂറ തിരുനബിയോടൊപ്പം ഏതാനും സമയം ഇസ്ലാം ഉൾക്കൊണ്ട് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ദൗത്യം ഇസ്ലാമിൽ നിർവഹിക്കാൻ അവസരം കിട്ടി അബൂ മഹ്ദൂറക്ക്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തിരുനബിയുടെ പിതൃവ്യൻ അബൂ താലിബ് എത്ര കാലം ഉണ്ടായി? അബൂ മഹ്ദൂറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുന്നതിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയ ആളാണ് ആര്? അബൂ താലിബ്. 8ാമത്തെ വയസ്സിൽ തിരുനബിയെ ഏറ്റെടുത്തിട്ട് തിരുനബിയോടൊപ്പം തിരുനബിയുടെ 50ാമത്തെ വയസ്സ് വരെ അബൂ താലിബ് ഉണ്ട്. 42 കൊല്ലം. അതിൽ നുബുവത്ത് കിട്ടിയിട്ട് 10 വർഷവും. മക്കയിലുള്ള ഏതൊരാളെക്കാളും തിരുനബിയെക്കുറിച്ച് അടുത്തും പേർത്തും അറിയുന്ന ആളാണ് അബൂ താലിബ്. പക്ഷേ അബൂ താലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശം ഉൾക്കൊള്ളുവാൻ അവസരം ഉണ്ടായില്ല. അബൂ താലിബ് നരകത്തിന് വിറക, നരകശിക്ഷയിൽ പീഡിതനാണ്. എന്താണ് സഹോദരന്മാർ ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത് സന്മാർഗവും ഹിദായത്തും അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മിൽക്കാക്കിയ, ഉടമപ്പെടുത്തിയതാണ്. അത് അള്ളാഹു ആർക്ക് കനിഞ്ഞോ അവരാണ് ഭാഗ്യവാൻ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ആർക്കത് തടഞ്ഞോ അവർക്കത് കിട്ടൂല. അവരിനി ആരായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ബന്ധു, പിതൃവ്യൻ, എല്ലാവിധ സംരക്ഷണവും നൽകിയ ആൾ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് തടഞ്ഞപ്പോൾ ആ ഹിദായത്തിനെ അബൂ താലിബിന് വേണ്ടി ഉടമപ്പെടുത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയില്ല എങ്കിൽ ഹിദായത്തിൻ്റെ മഹത്വവും ഹിദായത്തിൻ്റെ പ്രാധാന്യവും അത് നമ്മൾ വളരെ ഗൗരവത്തിലാണ് കാണേണ്ടത് എന്ന് ഈ അബൂ മഹ്ദൂറയുടെ ഈ ഒരു സംഭവത്തെ ഉണർത്തി പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിഷയം, ബർക്കത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടാണ്. അബൂ മഹ്ദൂറയുടെ ബാങ്ക്, അബൂ മഹ്ദൂറ നല്ല സ്വരമാധുര്യമുള്ള വ്യക്തിയാണ്. മാത്രമല്ല ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ സ്വരമാധുര്യവും ഉയർന്ന ശബ്ദവും പരിഗണനീയാണ്. ബാങ്കിക്ക് അത് വേണം. അബൂ മഹ്ദൂറ 16 വയസ്സുള്ള യുവാവാണ്, അല്ലെങ്കിൽ ഒരു ടീനേജിൽ ഉള്ളൊരു വ്യക്തിയാണ്. കുറേ ആളുകൾ കൂടിയിട്ടാണ് ബാങ്ക് കളിയാക്കി കൊടുക്കുന്നത്. അവർ അവിശ്വാസികളാണ്, കാഫിര്യങ്ങളാണ്. അവരുടെ കൂട്ടത്തിൽ അബൂ മഹ്ദൂറയുടെ ശബ്ദം വേറിട്ട് ഒച്ചത്തിൽ കേൾക്കുകയാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടികളെ മുഴുവൻ വരിക്ക് നിർത്തിയതാണ്. എന്നിട്ട് ഓരോരുത്തരെ കൊണ്ടും ബാങ്ക് കൊടുപ്പിച്ചു എന്നാണ്. എന്നിട്ട് അബൂ മഹ്ദൂറയെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം സ്വരമാധുര്യവും അതേപോലെ തന്നെ ഉച്ചസ്ഥരം
ബാങ്ക് വിളി നടത്താൻ അബൂ മഹദൂറക്ക് കഴിയുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ മഹദൂറയെ തെരഞ്ഞെടുത്ത് എന്നിട്ട് തിരുനബി നടത്തിയ പ്രാർത്ഥനാ വചനം എന്താ? പ്രാർത്ഥനാ വചനം ബാറക്കല്ലാഹു ഫീക്ക് എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ ബാറക്കല്ലാഹു ഫീക്ക് വ അലൈക്ക് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു പ്രാർത്ഥനാ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചു. അതിൻ്റെ ബർക്കത്ത് അബൂ മഹദൂറയിൽ വന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന് ഹിദായത്തായി. അദ്ദേഹം അതുവരെ റസൂലുള്ളാഹിൻ്റെ ശത്രുവാണ്. തിരുനബിയാണ് ഏറ്റവും വെറുപ്പുള്ള കഥാപാത്രം. അതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായി 16 വയസ്സുള്ള ഒരു ടീനേജിൽ കഴിയുന്ന ഒരു വ്യക്തി, യുവാവ്, തൻ്റെ ജോലിയായി ആഗ്രഹിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ എന്നെ മക്കയിൽ ബാങ്കിയാക്കണം എന്നാണ്. മറ്റൊരു ദുനിയാവല്ല ചോദിക്കുന്നത്. പിന്നെയോ എന്നെ നിങ്ങൾ മക്കയിൽ ഒരു ബാങ്കിയായിട്ട് നിശ്ചയിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് കൽപ്പിച്ചു. അതുകൊണ്ടാണ് അത്താബ് ബിൻ ഉസൈദ് എന്ന് പറയുന്ന റസൂലുള്ളാഹിൻ്റെ മക്കയിലെ ഗവർണർ അദ്ദേഹത്തെ ബാങ്കിയായിട്ട് നിശ്ചയിക്കുന്നത്. ചരിത്രം പറയുന്നത് അബൂ മഹദൂറ ബാങ്ക് കൊടുക്കും, റസൂലുള്ളാഹിൻ്റെ ഗവർണറായ അത്താബ് ബിൻ ഉസൈദ് ജനങ്ങൾക്ക് മക്കയിൽ ഇമാമത്ത് നിൽക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ബർക്കത്തിന് വേണ്ടിയിട്ടുള്ളതായ ദുആയുടെ പ്രാധാന്യമാണ്. അബൂ മഹദൂറയുടെ സ്വരം മാധുര്യമുള്ളതാണ്, ശബ്ദം ഗാംഭീര്യമാണ്. അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമായൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം നമ്മളോട് പറഞ്ഞതെന്താ? ആശ്ചര്യകരമായ വല്ലതും നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഇദാ റഅയ്ത മാ യുഅ്ജിബുക ബറക്ത, ആശ്ചര്യകരമായത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ബർക്കത്തിന് വേണ്ടിയിട്ട് തേടണം എന്നാണ്. അപ്പോൾ ഒരാളിൽ അത് അയാളുടെ ഏത് വിഷയമാകട്ടെ, നിറമാകട്ടെ, ശാരീരിക ഘടനയാകട്ടെ, ശബ്ദ മാധുര്യമാകട്ടെ, മറ്റേതൊരു സംഗതിയാകട്ടെ, ഒരു ആശ്ചര്യകരമായ കാര്യം കണ്ടാൽ ബാറക്കല്ലാഹു ഫീക്ക്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ് തുടങ്ങിയ ബർക്കത്തിന് വേണ്ടിയുള്ള തേട്ടാണ് നടത്തുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. തിരുനബി കൽപ്പിക്കുക മാത്രമല്ല, പിന്നെയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മാതൃക കാണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള, കൂറുള്ള, എല്ലാവർക്കും പുണ്യം ആഗ്രഹിക്കുന്ന, അനുഗ്രഹം കൊതിക്കുന്ന, എല്ലാവരോടുടെയും ക്ഷേമത്തിൽ തൽപരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തിരുനബിയുടെ നോട്ടം ഒരസൂയാലുവിൻ്റെ നോട്ടമല്ല. തിരുനബിയുടെ മനസ്സ് ഒരഹങ്കാരിയുടെ മനസ്സേ അല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിലാഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഒരാശ്ചര്യം കണ്ടപ്പോൾ ബർക്കത്തിന് വേണ്ടി തേടുകയാണ് ചെയ്തത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. സഹ്ൽ ബിൻ ഹനീഫിൻ്റെ സംഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പോവുക. ആ സമയം വഴിയിൽ വെച്ച് സഹ്ൽ ബിൻ ഹനീഫ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെ ഉള്ളവരുണ്ട്, അവരിൽ നിന്ന് വേറിട്ടവരോടുത്ത് പോയിട്ട് കുളിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം വസ്ത്രം ഊരി വെച്ച് അദ്ദേഹം തൻ്റെ നഗ്നത മറച്ച് കുളിക്കുകയാണ്. പക്ഷേ കുളിക്കുമ്പോൾ ശരീരത്തിൽ പല ഭാഗങ്ങളും വെളിയിൽ കാണും. അദ്ദേഹം വെളുത്ത് മെലിഞ്ഞ് സുന്ദരനും സുമുഖനുമാണ്. ഇത് കണ്ടപ്പോൾ ആമിർ ബിൻ റബിയ പറഞ്ഞ്, ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെയും ഇത്ര സുന്ദരമായൊരു ശരീരവും ഇത്ര ഒരു തൊലി വെളുത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആമിർ ബിൻ റബിയ ആരെ നോക്കിയിട്ട്? സഹ്ൽ ബിൻ ഹനീഫിനെ നോക്കിയിട്ട്. അതോടുകൂടി സഹ്ൽ ബിൻ ഹനീഫ് അവിടെ വീണ്, കുഴഞ്ഞ് വീണ് എഴുന്നേൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, സഹ്ൽ ബിൻ ഹനീഫ് പ്രവാചകരെ വീണിരിക്കുന്നു, കുഴഞ്ഞുപോയി. അപ്പോൾ എന്താ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ആമിർ ബിൻ റബിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ കുളിക്കുന്നത് കണ്ടപ്പോൾ ഇത്ര നല്ലൊരു ചെന്തുള്ള ബോഡിയും ഇത്ര നല്ലൊരു തൊലിവെളുപ്പുള്ള ശരീരവും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തെ നോക്കി പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നത്,
എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നത്? ആശ്ചര്യകരമായ വല്ലതും നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് ബർക്കത്തിന് വേണ്ടി തേടിക്കൂടെ? മാഷാ അല്ലാ തബാറക്കല്ലാ അല്ലെങ്കിൽ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞുകൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഗുണദോഷിക്കണ്ടായി. അപ്പോൾ എന്താ നമ്മളെ അറിയിക്കുന്നത്? അത് നമ്മളെ അറിയിക്കുന്നത് ഒരാൾക്കൊരു നിഅമത്ത് അയാളിൽ തെളിയുന്നുവെങ്കിൽ നമ്മളത് കാണുമ്പോൾ അയാൾക്ക് ബർക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് എന്ന് നമ്മൾ ദുആയിരക്കണം എന്നുള്ളതാണ്. അതില്ല എങ്കിൽ അതൊരു വലിയ മുസീബത്തിന് കാരണമാകുന്നുള്ള ചില രംഗങ്ങൾ കണ്ട ചില കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ വലിക്കും, അല്ലെങ്കിൽ എന്താത് ഇങ്ങനെ ഒരു പെരുമാറ്റം. ഇതൊക്കെ ദുശ്ശീലങ്ങളാണ്. വേണ്ടതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ അതിൽ ബർക്കത്തിന് വേണ്ടി തരണം. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ബാറക്കല്ലാഹു ഫീക്ക്. എന്തായാലും ഒരധ്വാനമല്ല, പക്ഷേ അതിലൂടെ വലിയ അനുഗ്രഹം. ഇതാണ് ഒരു വിഷയം. മറ്റൊരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ ആ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1 കിലോമീറ്റർ നീളമുള്ള ഒരു ദുആ നടത്തിയിട്ടില്ല. പിന്നെയോ ബാറക്കല്ലാഹു ഫീക്ക് അല്ലെങ്കിൽ ബാറക്കല്ലാഹു ഫീക്ക് വഅലൈക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത്രമാത്രം ഒരു പ്രാർത്ഥന നടത്തി. അതിനാൽ വലിയതാണ് അബൂ മഹ്ദൂറ കൊയ്യുണ്ടായത്. ഒരു ചെറിയ വചനം, അതിലൂടെ അബൂ മഹ്ദൂറക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളിയത് നൽകിയത് വളരെ വലുതാണ്, മഹത്തരമായതാണ്. മക്കയിൽ ഒരു നേതൃപദവി എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കി വിളിച്ചാൽ ആ ബാങ്കൊലി കേട്ട് പള്ളിയിലെത്തി നമസ്കരിക്കുന്നവരുടെ ആ ജമാഅത്ത് നമസ്കാരത്തിൽ സംബന്ധിക്കുന്നവരുടെ മുഴുവൻ ബാങ്കിക്ക് പ്രതിഫലമായിട്ടുണ്ടെന്നാണ്. അത് ബാങ്കിൻ്റെ മഹത്വമാണ്, ബാങ്ക് കൊടുക്കുന്നവർക്കുള്ള മഹത്വമാണ്. നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുക്കുന്നവർ രണ്ടാം കടയായിട്ട് പരിഗണിക്കുന്ന നാടുകളുണ്ട്. ബാങ്ക് കൊടുക്കുന്നവർക്ക് കെട്ടിച്ചു കൊടുക്കില്ല മക്കളെ. ബാങ്ക് കൊടുക്കുന്നത് ഒരു മോശം പടിയായിട്ട് കാണുന്നവരുണ്ട്. ചില നാടുകളിൽ തറവാട്ടിൽ ഏതെങ്കിലും ഒരാൾ ബാങ്ക് കൊടുത്തിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണ് കെട്ടിച്ചു കൊടുക്കില്ല ശേഷക്കാർക്ക്. അയാൾ ബാങ്ക് കൊടുക്കുന്ന ആളൊന്നും ആയിക്കൂല. പുതിയാപ്പിളായിട്ട് വരുന്ന ആൾ അയാൾ ബാങ്ക് കൊടുക്കുന്ന ആളല്ല, അയാളെ വാപ്പ ബാങ്ക് കൊടുക്കുന്ന ആളല്ല, അതിൻ്റെ വാപ്പിയും ബാങ്ക് കൊടുക്കുന്ന ആളല്ല, ഏതോ ഒരാൾ ബാങ്ക് കൊടുത്തിരുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ അടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ വരെ കെട്ടിച്ചു കൊടുക്കില്ല. കാരണം ബാങ്ക് കൊടുക്കുക എന്നുള്ളത് ബാങ്ക് വിളി ഒരു മോശം ജോലിയായിട്ട് ഗണിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പൂർവികരായ നമ്മുടെ മുമ്പന്മാർ, നേതാക്കന്മാർ അവരാഗ്രഹിച്ചിരുന്ന ജോലിയാണെന്ത്? ബാങ്ക് വിളിക്കുക എന്നുള്ളത്, നിസ്കാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്. കാരണം ആ ബാങ്ക് വിളി കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് ജമാഅത്തിൽ പങ്കെടുക്കുന്നവരുടെ കൂലി ബാങ്കിക്ക് കിട്ടും. മാത്രമല്ല ബാങ്ക് വിളിക്കുന്നവൻ്റെ ആ സ്വരം, അത് കേൾക്കുന്ന ആ സ്വരം എത്തുന്ന വസ്തുക്കളൊക്കെ, അത് കല്ലാകട്ടെ മരമാകട്ടെ അല്ലെങ്കിൽ വീടുകളാകട്ടെ എന്താവട്ടെ, അവർ മുഴുവൻ ഈ ബാങ്കിക്ക് അള്ളാഹുവിനോട് അനുകൂലമായി സാക്ഷി നിൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അചേതനം എന്ന് പറഞ്ഞ് നമ്മൾ ഈ കാണുന്ന വസ്തുവകകളെല്ലാം ബാങ്കൊലി കേൾക്കുന്നവരാണ് എങ്കിൽ ഇവരൊക്കെ വന്നിട്ട് നാളെ അന്ത്യനാളിൽ അള്ളാഹുവിനോട് അനുകൂല സാക്ഷി പറയും ബാങ്ക് കൊടുത്താക്ക് വേണ്ടിയിട്ട്. അപ്പം അതൊരു മഹത്തായ ജോലിയാണ്. ആ ജോലി അത് അബൂ മഹ്ദൂറക്ക് ലഭിക്കുവാൻ അതും എവിടെ? വിശുദ്ധ മക്കയിൽ. എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആയിരന്നത് ഒരു ചെറിയ ദുആയാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥനാ വചനങ്ങളെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ്. ചെറിയ ഒരു ദുആയാണെങ്കിലും അത് നമ്മളിൽ നിന്ന് മുഖ്യമാണ്. ബാറക്കല്ലാഹു ഫീക്ക്, ഗഫറല്ലാഹു ലക്, അല്ലാഹു യർഹമുക്, അല്ലാഹു യഹ്ഫളുക്. ഇതൊക്കെ ചെറിയ ദുആകളാണ്, പ്രാർത്ഥനാ വചനങ്ങളാണ്. പക്ഷേ അതിനാലുള്ള ഫലം വളരെ വലുതാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ശൈത്യകാലത്തും ഉഷ്ണകാലത്തും ഒരു വസ്ത്ര, അലിയാരോട് ചോദിക്കുക, എന്താ അപ്പം ചൂടുകാലത്ത്
തണുപ്പ് കാലത്തിൻ്റെ വസ്ത്രം ഇടുന്നത്. തണുപ്പ് കാലത്തിന് സ്പെഷ്യൽ വസ്ത്രം വേണ്ടേ, തണുപ്പിനെ ചെറുക്കുന്ന രീതിയിൽ. പക്ഷെ അലിയാരെ സംബന്ധിച്ചിടത്തോളം അതില്ല. എന്തേ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആണ്. ആ ദുആ വളരെ ചെറിയ ദുആണ്. തണുപ്പായാലും ചൂടായാലും അതിൻ്റെ കെടുതി അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചൊരു ദുആയാണ്. അതേപോലെ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വളരെ ഇസ്സത്തുള്ള ഒരു വ്യക്തിത്വമാണ്, എല്ലാവർക്കും അറിയാം. ഇസ്ലാമിനെ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ ഇസ്സത്ത് പകർന്നു. അന്നും പിൻകാലത്തും ഇന്നും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇസ്ലാമിൻ്റെ ഇസ്സത്താണ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പേരിൽ അഭിമാനിക്കുവാനുള്ള എത്രയെത്ര ചരിത്രങ്ങളാണ് ഉമറിൻ്റെ ജീവിതത്തിലുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലെ ആ 10 വർഷത്തിലെ സംഭവബഹുലമായ എത്ര ചരിത്രങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ലോകര് മുഴുവൻ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ഇസ്ലാമിനെ അംഗീകരിക്കുകയും ചെയ്യും. അത് ഇസ്ലാമിൻ്റെ ഒരു ഇസ്സത്താണ്. എന്തേ ആ ഇസ്സത്ത് കിട്ടാൻ കാരണം? റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം, അല്ലാഹുവേ ഇസ്ലാമിന് നീ പ്രതാപം നൽകണമേ, ബി അഹദിൽ ഉമറൈൻ, രണ്ടാരൊരു ഉമറിൽ. ആ ദുആ കിട്ടിയതായിരിക്കാണ്? ഉമർ ബിൻ ഖത്താബിനാണ്. ഉമർ ഇസ്ലാം സ്വീകരിച്ചു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറയാണ്, ഉമറൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്ന എത്രയോ മുമ്പ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മക്കയിൽ നിന്യരായിരുന്നു. ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ഉമറിലൂടെയാണ് ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകിയത്. സഹാബികൾക്ക് ഇസ്സത്ത് ഉമറിനെ കൊണ്ട്, ഇസ്ലാമിന് ഇസ്സത്ത് ഉമറിനെ കൊണ്ട്, ഉമറിൻ്റെ ജീവിത നാളിൽ ഇസ്ലാമിന് ഇസ്സത്ത്. ഉമറിൻ്റെ ജീവിത കാലവും 1400 വർഷങ്ങൾക്ക് ഇപ്പുറം ഇസ്ലാമിന് ഇസ്സത്താണ്. ആരുടെ ചരിത്രം? ഉമറിൻ്റെ ചരിത്രം. എന്തേ കാര്യം? ഒരു ദുആണ്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം, അല്ലാഹുവേ ഇസ്ലാമിന് നീ ഇസ്സത്ത് പകരണമേ ഉമറിനെ കൊണ്ട് എന്നുള്ള ആ ദുആയാണ്. ചെറിയ നമ്മൾ ഈ ദുആകളുടെ മഹത്വം അറിയാൻ നമ്മൾ ഇമാം ബുഖാരി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്ന ആ പ്രസിദ്ധമായ ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റൊക്കെയുള്ള റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. ഹാജറിനെയും ഇസ്മായിലിനെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ കൊണ്ടുവന്നാക്കി. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിലേക്ക് തിരിച്ചുപോയി. പിന്നെ ചരിത്ര പ്രസിദ്ധമായ ചില വരവുകളാണ്, സന്ദർശനങ്ങളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മക്കയിലേക്കുള്ളത്. അങ്ങനെ ഒരിക്കൽ വന്നു, അത് ഇസ്മായിലിനെ അറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്, പിന്നെ വന്നു കഅബ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പിന്നെ വന്നു ജുർഹും ഗോത്രക്കാരി ഒരു പെണ്ണിനെ ഇസ്മായിൽ കല്യാണം കഴിച്ചതുമായി അതിൽ ആ സംഭാഷണത്തിൽ. ഏതായാലും ജുർഹുമിൽ നിന്നുള്ള രണ്ടാമത് ഇസ്മായിൽ ഒരു കല്യാണം കഴിച്ച ആ സ്ത്രീയുമായിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്ന നാളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വന്ന സംഭവം രേഖപ്പെടുത്തി ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്ന്, അപ്പോൾ ഹാജർ മരിച്ചിരുന്നു. ഇസ്മായിലിൻ്റെ ഭാര്യയാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു നവാഗതൻ, അദ്ദേഹം അപരിചിതനാണ്. അപ്പോൾ ഇസ്മായിലിനെ ചോദിച്ചു, സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു. അങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു. ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥകൾ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്ത്രീയോട്, ഇസ്മായിലിൻ്റെ ഭാര്യയോട്. അപ്പോൾ അവരവസ്ഥ പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭക്ഷണം എന്താണ്? അപ്പോൾ ഭക്ഷണം ലഹ്മാണെന്ന് പറയുന്നുണ്ട്, മാംസാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കുള്ള പാനീയം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പച്ചവെള്ളാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലഹും ഫിൽ മാഇ വൽ ലഹ്ം. അല്ലാഹുവേ വെള്ളത്തിലും മാംസത്തിലും ഇവർക്ക് നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് മക്കയിൽ ഏറ്റവും സുഭിക്ഷമായ 2 സംഗതിയുള്ളത്. അതെന്താ? ഒന്ന് സംസമാണ്, മറ്റൊന്നെന്താ? മാംസാണ്. നമ്മൾ
ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ എത്ര ഹാജിമാർ സംബന്ധിക്കുന്നുണ്ട് മക്കയിൽ? തമത്വം ആയിട്ടും ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യണവരൊക്കെ അറിവ് നടത്തും. ആ അറിവിനെ സംബന്ധിച്ചിടത്തോളം ആ അറിവിൻ്റെ മാംസം വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കാവുന്നതാണ്. പക്ഷേ അത് മക്കയിൽ വിതരണം ചെയ്യലാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഉദുഹിയ്യയായാലും മറ്റേതറിവായാലും മക്കയിൽ അറുക്കലാണ് ഏറ്റവും പുണ്യം. മക്കയിൽ മാത്രം അറുത്തിട്ട് മക്കയിലെ മിസ്കീങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട, മാത്രം വിതരണം ചെയ്യേണ്ടതായ അറിവുകളുണ്ട്. അതാണ് പ്രായശ്ചിത്ത അറിവുകൾ. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായിട്ടുള്ള അറിവുകൾ. ഹജ്ജിൽ നിഷിദ്ധമായ, ഉംറയിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അതിന് പ്രായശ്ചിത്തമായിട്ട് അറുക്കേണ്ട അറിവുകൾ. അതേപോലെ തന്നെ ഉംറയിൽ നിർബന്ധ കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അറുക്കേണ്ട അറിവുകൾ, ദമു ജുബ്രാൻ, ദമുൽ ഫിദിയ, ഇത് മക്കയിൽ മാത്രം അറുത്ത് മക്കയിലെ സാധുക്കൾക്കിടയിൽ മാത്രം വിതരണം ചെയ്യേണ്ടതായ അറിവുകളാണ്. നോക്കി നിങ്ങൾ, ലഹ്മ് മാ, അതിൻ്റെ സുഭിക്ഷത, അതിനാലുള്ള ധന്യത, ഇതൊരു ദുആയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ആ ദുആവചനം എത്ര? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് വേണ്ടിയിട്ട് ദുആയിരുന്നു. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. ഒരു 4 മണിക്കൂർ നിന്നിട്ടുള്ള ഒരു ദുആ അല്ല. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ദീനിൽ നീ ഇബ്നു അബ്ബാസിന് ഫിഖ്ഹ് നൽകണമേ. വഅല്ലിംഹു തഅവീൽ, വിശുദ്ധ ഖുർആന്റെ വിവരണം നീ ഇദ്ദേഹത്തെ പഠിപ്പിക്കണേ. ഒറ്റ ശ്വാസത്തിൽ 1, 2, 3 നിമിഷത്തിൽ പറയേണ്ട ദുആയാണ്. ഇതാണ് ഇബ്നു അബ്ബാസിന് വേണ്ടിയിട്ട് റസൂലുള്ള ദുആ ചെയ്തത്. എന്താ ചരിത്രത്തിൽ അതിൻ്റെ സാക്ഷ്യം? ആരെ ഇബ്നു അബ്ബാസ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ ഏറ്റവും പ്രാമാണികനായ പരിഭാഷകനും അതിൻ്റെ വിവരണക്കാരനുമാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം തിരുനബി വഫാത്താകുമ്പോൾ കുട്ടിയാണ്. പക്ഷേ പ്രമുഖരായ സഹാബികൾ ഇവിടെ ജീവിച്ച നാളിൽ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരക്കാരനായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ വലിയ വിഷയങ്ങൾ സംജാതമാകുമ്പോൾ ഇബ്നു അബ്ബാസിനെ വിളിച്ചിട്ടായിരുന്നു ഉമർ റളിയല്ലാഹു തആല മസ്അല ചോദിച്ചിരുന്നത് എന്നത് കുറേ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയാണ്. സഅദ് ബിൻ അബി വഖാസ് രോഗിയായി കിടന്ന്, രോഗം മൂത്ത്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് സഅദിൻ്റെ രോഗം കാണാൻ വേണ്ടിയിട്ട് ചെന്ന്. അപ്പോൾ സഅദ് പറയണ, റസൂലെ കുറേ സ്വത്തുണ്ട്, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് വസിയത്ത് ചെയ്യട്ടെ, സ്വത്ത് വസിയത്ത് ചെയ്യട്ടെ. സ്വത്ത് വസിയത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കൽ എപ്പോഴാണ്? ഒരു മനുഷ്യൻ ഞാൻ മരിക്കുമെന്ന് തോന്നുമ്പോഴല്ലേ പ്രത്യേകിച്ചുണ്ടാകുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ സ്വത്തും വസിയത്ത് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ തീരുമാനം. അപ്പോൾ റസൂൽ സമ്മതിച്ചില്ല. അതെങ്കിൽ ഞാൻ പകുതി വസിയത്ത് ചെയ്യാം, സമ്മതിച്ചില്ല. 4/1 സമ്മതിച്ചില്ല. അവസാനം 3/1. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സുലുസു ഫസ്സുലുസു കസീർ, 3/1 തന്നെ കൂടുതലാണ് എന്ന് പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സഅദ് ദീനത്തിൽ പറ്റാവശ്യനാണ്. റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇശ്ഫി സഅദൻ, അല്ലാഹുവേ സഅദിന് നീ ശിഫ നൽകണമേ. ഇതാ റസൂലുള്ളാഹിന്റെ ദുആ, അല്ലാഹുമ്മ ഇശ്ഫി സഅദൻ. എത്ര ഉണ്ടത്? പക്ഷെ എന്താ ഉണ്ടായത്? സഅദിന് ദീനം മാറി. സഅദ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയി. സഅദ് റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത് ജീവിച്ചു. സഅദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ കാലശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ മുസ്ലിം സൈന്യത്തെ ചരിത്രപ്രസിദ്ധമായ ഖാദിസിയയിലേക്ക് നിയോഗിച്ചപ്പോൾ ഖാദിസിയ വിജയിച്ചടക്കാൻ പോയ സൈന്യത്തിലെ ചീഫ് ഇൻ കമാൻഡറാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആലാന്റെ 10 വർഷത്തെ ഖിലാഫത്തിൽ സഅദ് ജീവിച്ചു. സഅദ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് 6 അംഗ ഷൂറയെ തൻ്റെ ശേഷമുള്ള ഖലീഫ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഏറ്റവും മുഖ്യനായിട്ട് എണ്ണിയത് ആരാണ്? മുഖ്യനായിട്ട് എണ്ണിയത് സഅദ് ബിൻ അബി വഖാസിനെയാണ്. നോക്കി നിങ്ങൾ, ഈ ഒരു ബർക്കത്ത് ജീവിതത്തിൽ നേടുവാൻ ഒരു ദുആവചനം, അള്ളാഹുവിൻ്റെ തൗഫീഖാണല്ല, പക്ഷേ ഒരു ദുആവചനം അതെത്രയാണ്? അത് വളരെ ചെറിയ ദുആവചനമാണ്. ഇത് നമ്മൾ
ഈ ഒരു ചരിത്രത്തിൽ നിന്ന് വായിക്കേണ്ടതായ പ്രധാനപ്പെട്ട പാഠമാണ്. അബൂ മഹ്ദൂറയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാനും പഠിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു പാഠമാണ്. നമ്മൾ ഒരു പ്രാർത്ഥനാ വചനത്തിൻ്റെ മഹത്വം അതെത്ര ചെറുതാണെങ്കിലും, അതിൻ്റെ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അങ്ങനെ, എതിരിലുള്ള പ്രാർത്ഥനയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ ഇമാം മാലിക് മുവത്തയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ നടന്നൊരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താ അറിയോ? ആ സംഭവം ഒരു കൈ കൊത്തപ്പെട്ട വ്യക്തി യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന് അയാളെ കൈ കൊത്തിയിട്ടുണ്ട്, കൈ മുറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അയാളുടെ കാലും മുറിച്ചിട്ടുണ്ട്. അങ്ങനെ അയാൾ മദീനത്തേക്ക് വന്ന് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ്. ഇയാൾ മദീനത്ത് വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, എന്തേ ഇപ്പോൾ കയ്യുമില്ല കാലുമില്ല മുറിച്ചിന്? അപ്പോൾ അയാൾ പറഞ്ഞ്, അബൂബക്കർ, ഞാൻ മോഷ്ടിച്ചു എന്ന് നിങ്ങളുടെ ഗവർണർ എന്നെ തെറ്റിദ്ധരിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഗവർണർ യമനിൽ ഇദ്ദേഹത്തെ മോഷണക്കാരനായിട്ട് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ കൈ മുറിച്ച് കാല് മുറിച്ചതാണെന്നാണ്. 2 പ്രാവശ്യം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഞാൻ നിരപരാധിയാണ്, മോഷ്ടിച്ചിട്ടില്ല, ഇതാണ് പണി എന്നാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അയാളെ വാർത്താനം കേട്ടതിന് ശേഷം അയാളെ വിട്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു പറയാണ്, ഈ വ്യക്തി രാത്രിയൊക്കെ നിസ്കരിക്കും, ഖിയാമുൽ ലൈൽ നിസ്കരിക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറയാണ്, ഇയാളൊരിക്കലും ഒരു മോഷ്ടാവല്ലല്ലോ, രാത്രി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇയാളൊരു മോഷ്ടാവല്ല, എന്തിനാണ് അയാളുടെ കൈ വെട്ടിയത്, കൈ കൊത്തിയത്, കാല് കൊത്തിയത് എന്ന് അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അസ്മാ ബിന്തു ഉമൈസിൻ്റെ ഒരു മാല പോയി. അസ്മാ ബിന്തു ഉമൈസ് ആരാ അസ്മാ ബിന്തു ഉമൈസ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ അസ്മാ ബിന്തു ഉമൈസിൻ്റെ ഒരു മാല പോയി. അങ്ങനെ മാല പോയപ്പോൾ അതൊരു വിഷയമായി, അതിൽ തെരച്ചിലായി. മാല പോയി, അത് തെരയാണ് എവിടെ ഉണ്ടാകുന്നത്. തെരയുന്ന കൂട്ടത്തിൽ ഈ വ്യക്തിയുണ്ട്, ഈ യമനിൽ നിന്ന് വന്ന ഈ കൈ കൊത്തിയ ആളുണ്ട്. അയാൾ അവിടെ വെച്ചിട്ടൊരു പ്രാർത്ഥന ഇമാം മാലിക് മുവത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അള്ളാഹുവേ, ഈ നല്ല കുടുംബത്തിൻ്റെ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബം ഒരു സാലിഹായ കുടുംബമാണല്ലോ, ഈ ഒരു നല്ല കുടുംബത്തിൻ്റെ നിദ്ര കെടുത്തിയ ആളെ നീ പരാജയപ്പെടുത്തണം, അല്ലെങ്കിൽ അയാളെ നീ വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന അർത്ഥത്തിലൊരു ദുആ നടത്തി, ചെറിയ ഒരു പ്രാർത്ഥനാ വചനം. അങ്ങനെ അന്വേഷണം പുരോഗമിച്ച്, കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുടെ മാലയെ പോയത്, അത് സഹാബികൾ ശരിക്കും അന്വേഷിച്ചപ്പോൾ ഒരു തട്ടാൻ്റെ അടുത്ത് നിന്ന് കിട്ടി, ഈ മാല കിട്ടി. ഈ ആഭരണം ഉരുക്കിയിട്ടുണ്ടാക്കണ ഒരാളടുത്ത് നിന്ന് കിട്ടി. അപ്പോൾ അയാളെ പിടിച്ചിട്ട് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ മോഷ്ടിച്ചല്ലത്, ഇവിടെ ഒരാൾ കൊണ്ടുവന്നു തന്നാണ്. അതാരാണ്? അയാളെ പിടിച്ച് അന്വേഷിച്ചപ്പോൾ ഈ യമനിൽ നിന്ന് വന്ന കൈ കൊത്തപ്പെട്ട, അതേപോലെ തന്നെ കാല് മുറിക്കപ്പെട്ട ആ വ്യക്തിയാണ് ഇത് മോഷ്ടിച്ചത്. രാത്രി നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ മനുഷ്യനാണ് ഈ മാലയും മോഷ്ടിച്ചത്. എന്നിട്ട് അത് തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ വ്യക്തി പിടിക്കപ്പെട്ടപ്പോൾ, അയാളാണ് മോഷ്ടാവെന്ന് അയാൾ സമ്മതിച്ചു, ഞാനാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു ഉടനെ എടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? അയാൾ ഈ ആഭരണം മോഷ്ടിച്ചതിലല്ല എനിക്ക് പ്രയാസം, അയാൾ തനിക്കെതിരിൽ നടത്തിയ ആ ദുആയാണ് എനിക്ക് ഏറ്റവും പ്രയാസമായത് എന്നാണ്. അയാൾ മോഷ്ടിച്ചതിലല്ല എനിക്ക് പ്രയാസമായത്, പിന്നെയോ അയാൾ തനിക്കെതിരിൽ പ്രാർത്ഥിച്ചു. കാരണം അയാളുടെ പ്രാർത്ഥനയാണ് അവിടെ നടന്നുള്ളൂ. ആരാണോ ഈ കുടുംബത്തിൻ്റെ ഉറക്കം കെടുത്തിയത് അവരെ നീ പരീക്ഷിക്കണേ എന്ന അർത്ഥത്തിലാണ് അയാളുടെ ദുആ അള്ളാഹുവിനോട്. പക്ഷേ അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. മോഷ്ടാവിനെ പിടികൂടപ്പെട്ടത് അയാൾ തന്നെയാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞു വരുന്നത് ദുആയുടെ പ്രാധാന്യം, ദുആയുടെ ഗൗരവം അത് നമ്മൾ കണക്കിലാക്കുന്നതിന്, അത് മുഖവിലക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു വിഷയം നമ്മളെ പല രീതിയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ മഹ്ദൂറയുടെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒരു പാഠമാണ് ഈ ഒരു ദുആ എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴിയായി അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായിൽ നിന്ന് വന്നതായ ആ ദുആ, ബാറക്കല്ലാഹു ഫീക്,
ആ ദുആയാൽ അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു നേടിയത്. അത് അബൂ മഹ്ദൂറയുടെ മാത്രം സംഭവമല്ല, ചരിത്രത്തിൽ കുറേ സംഭവം. ചില ദുആകൾ കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിരിൽ പ്രാർത്ഥിച്ചു എന്ന് തോന്നും. ഇപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സകലത്ക ഉമ്മുക, നിൻ്റെ ഉമ്മ മരിച്ചിട്ട് നീ യതീമാകട്ടെ എന്നർത്ഥത്തിൽ ദുആ കാണാം. അതേപോലെ തന്നെ ലാ അഷ്ബ അല്ലാഹു ബത്നഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ അള്ളാഹു നിങ്ങളുടെ വയറ് നിറക്കാതിരിക്കട്ടെ എന്നർത്ഥത്തിൽ. അതേപോലെ തന്നെ റഹിമ അംഫു അബീദർ, അബൂദറിൻ്റെ മൂക്ക് നിലത്തു കുത്തി നശിക്കട്ടെ എന്ന അർത്ഥത്തിൽ. ഇങ്ങനെ ചില പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ ബാഹ്യം കേട്ടാൽ അത് അവർക്ക് എതിരിലുള്ള ദുആയാണെന്ന് തോന്നും. പക്ഷേ അത് അവർക്ക് എതിരിലുള്ള ദുആയല്ല, അത് അവർക്ക് അനുകൂലമായിട്ടുള്ള ദുആയാണ്. അത് ആർക്കെതിരിലാണോ റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുള്ളത്, ഒരു വിശ്വാസിക്കെതിരിൽ, അത് അവർക്ക് അനുകൂല ദുആയാണ്. അതവർക്ക് പാപത്തിൽ നിന്നുള്ള പരിശുദ്ധിയും അതവർക്ക് കാരുണ്യവുമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും എതിരായിട്ട് ഒരു ദുആ തോന്നുന്നുവെങ്കിൽ അതവർക്ക് എതിരല്ല, അതവർക്ക് അനുകൂല ദുആയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ കാണാം. ആയിഷ റളിയല്ലാഹു പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു യുദ്ധബന്ധിയെ കിട്ടി. യുദ്ധത്തിലെ ഒരു ബന്ധിയെ കിട്ടി. ആ യുദ്ധബന്ധിയെ റസൂലുള്ളാഹി വീട്ടിൽ കൊണ്ടുവന്നാക്കി, ബന്ധിയെ അവിടെ തടഞ്ഞിട്ട്. അങ്ങനെ ആയിഷമ്മനോട് പറഞ്ഞ് നിങ്ങളിത് നോക്കണം എന്നാണ്, ബന്ദി പോകരുത്, ഇവിടെ നോക്കണം എന്നാണ്. അങ്ങനെ ആയിഷമ്മ പറയാണ്, അതിനെ റൂമിൽ അവിടെ ആക്കിയിട്ടത് ഇത് ആയിഷമ്മ മറ്റു റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്ന്. അങ്ങനെ അശ്രദ്ധയിൽ എന്ത് ചെയ്ത് ഇയാൾ വാതിൽ തുറന്ന് മൂപ്പര് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിച്ചു, മാ ഫഅല അസ്വീരുക്കി, ആയിഷ എവിടെയാണ് നിങ്ങളെ ഏൽപ്പിച്ച ബന്ദി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷമ്മ നോക്കുമ്പോൾ അയാൾ അവിടെ അല്ല, അയാൾ വിരി നീക്കിയിട്ട് മൂപ്പര് മുങ്ങിക്കണ്. അപ്പോൾ പറഞ്ഞ് റസൂലെ ഞാനിങ്ങനെ പെണ്ണുങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നതിൻ്റെ ഇടയിൽ കൂടി മൂപ്പര് പോയിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖത അല്ലാഹു യദക്കി, ഖത അല്ലാഹു യദക്കി. എന്താ അതിൻ്റെ അർത്ഥം? ഖത അല്ലാഹു മുറിക്കട്ടെ, യദക്കി നിങ്ങളുടെ കൈ എന്നാണ്. കാരണം കയ്യിൽ ഏൽപ്പിച്ചൊരു സംഗതിയാണല്ലോ പാഴാക്കിയത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം പുറത്തിറങ്ങി സഹാബികളോട് പറഞ്ഞ് ഇങ്ങനെ നമ്മളൊരു ബന്ദി ഉണ്ടായിരുന്നു, അയാൾ ഇവിടുന്ന് ഒളിച്ചോടി പോയിക്കണ്, അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ സഹാബികളെല്ലാവരും കൂടി തിരഞ്ഞ് അയാളെ പിടിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിൻ്റെ മുന്നിൽ ഹാജരാക്കി. അങ്ങനെ ബന്ദിനെ കിട്ടി, പ്രശ്നമില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആയിഷമ്മ എങ്ങനെ കാണിക്കണത്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ആയിഷ എനിക്ക് ഭ്രാന്തളകി ചോദിച്ചു, പിരാന്തായി ചോദിച്ചു, ഇങ്ങനെ കാണിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ പറഞ്ഞു, റസൂലെ നിങ്ങളല്ലേ പറഞ്ഞത് ഖത അല്ലാഹു യദക്കി, അള്ളാഹ് എൻ്റെ കൈ അള്ളാഹു മുറിക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ നോക്കുകയാണ്, അത് എനിക്കെതിരുള്ള പ്രാർത്ഥനയുള്ള എപ്പോഴാണോ പഠിച്ചോ ഇത് മുറിക്കണത്, എൻ്റെ കൈ പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞു. ഈ സമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? തിരുനബി പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി ബശറുൻ അഖ്ദബു കമാ യഖ്ദബുൽ ബശർ, അള്ളാഹുവേ മനുഷ്യന്മാരൊക്കെ ദേഷ്യപ്പെടുന്നത് പോലെ ദേഷ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഫഅയ്യുമാ മുഅ്മിനിൻ ഔ മുഅ്മിനത്തിൻ ദഅഉതു അലൈഹി ഫജഅൽഹു ലഹു സകാതൻ വതുഹൂറ, ഏതൊരു വിശ്വാസിക്കെതിരിലാണോ, ഏതൊരു വിശ്വാസിനിക്കെതിരിലാണോ ഞാൻ ദുആ ചെയ്യുന്നത്, എൻ്റെ ദുആ നീ അവർക്ക് സകാതൻ വതുഹൂറ, ശുദ്ധിയും സംസ്കരണവുമാക്കണമേ, അതവർക്ക് അനുകൂലമാക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തവരൊക്കെ ചിലർക്ക് എതിരാണെന്ന് തോന്നും, പക്ഷേ അതൊക്കെ അവർക്ക് അനുകൂലമായി അനുഗ്രഹമായി വർത്തിച്ചതാണ് നമ്മൾ കാണുന്നത്. മുആവിയക്ക് വേണ്ടിയിട്ട് നടത്തിയ ആ ദുആ, മുആവിയ ആരായി? അതേപോലെ തന്നെ പിന്നെ അബൂദർ, മുആദ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടിയവരാണ്. ആ വചനത്തിൻ്റെ ബാഹ്യം കണ്ടാൽ എതിരിലാണ് തോന്നും, പക്ഷെ അത് എതിരിലല്ല, അത് അവർക്ക് അനുകൂലമായ അനുഗ്രഹീതമായ ദുആയാണ് എന്നുള്ളതാണ്. അബൂ മഹ്ദൂറയുടെ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചെറുതാണ്, പക്ഷേ അത് വലിയ അനുഗ്രഹമായി
മാറുകയുണ്ടായി. നമ്മളൊക്കെ അങ്ങനെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീ ഉൾക്കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനാ വചനങ്ങളെ പഠിച്ച് അത് ആളുകൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നവരാകണം എന്നുള്ളതാണ്. അബൂ മെഹ്ദൂറയുടെ സംഭവത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം എന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം, അബൂ മെഹ്ദൂറ പറയാണ്, ഞാൻ ബാങ്ക് കളിയാക്കി കൊടുത്ത്. അയാൾ കാഫിറാണ്. ബാങ്കല്ലാത്ത ദീനീ ചിഹ്നങ്ങളും കളിയാക്കൽ കുഫറാണ്. അത് നമ്മൾ ഇതോടെ മനസ്സിലാക്കണം. അബൂ മെഹ്ദൂറ ബാങ്ക് കളിയാക്കി കൊടുത്ത്. ഇസ്ലാമിക രാഷ്ട്രവും ഭരണാധികാരി ഉണ്ടെങ്കിൽ ഒരാൾ ബാങ്ക് കളിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ? അത് കുഫറാണ്. അയാൾ ആ കുഫറിൻ്റെ പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇസ്ലാമിക ശിക്ഷ അയാൾക്ക് വരും. ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ദീനീ ചിഹ്നങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മാപ്പ് പറയേണ്ട കാര്യമല്ല, നിങ്ങൾ ഈമാനിന് ശേഷം അവിശ്വാസികളായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ബാങ്ക് ആവട്ടെ, വിശുദ്ധ ഖുർആൻ ആകട്ടെ, ഇസ്ലാമിലെ ഒരു ചിഹ്നത്തെ കളിയാക്കുക എന്നുള്ളതൊരു വിശ്വാസിക്ക് പാടുള്ളതല്ല. ദീനിൽ അറിയപ്പെട്ട ഒരു സംഗതിയെ പരിഹസിച്ചാൽ, കൊച്ചാക്കിയാൽ, കളിയാക്കിയാൽ അത് കുഫറാണ്, അത് പാടുള്ളതല്ല. പക്ഷെ ഇവിടെ അബൂ മെഹ്ദൂറ അയാൾ കുഫറിലാണ്. ലൈസ ദൂനൽ കുഫ്രി ദംബുൻ, കുഫറിനേക്കാൾ വലിയ തെറ്റുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മെഹ്ദൂറയെ വിളിച്ച്, അബൂ മെഹ്ദൂർ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വന്ന് നിന്ന്, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രു, മക്കം ഫതയിലും അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അയാൾ. പിന്നെ മാത്രമല്ല ഈ രീതിയിൽ അയാൾ പെരുമാറുകയും ചെയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അബൂ മെഹ്ദൂറ എന്ന് പറയുന്ന 16-കാരന് റസൂലുള്ളാഹിയാണ് ഏറ്റവും വെറുപ്പ്. ഈ ഭൂമിക്കുപരിയിൽ ഏറ്റവും വെറുത്ത കഥാപാത്രം അബൂ മെഹ്ദൂറയുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളാണ്. മാത്രമല്ല അബൂ മെഹ്ദൂറയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പ്രവൃത്തി റസൂലുള്ളാഹി ഈ പറയുന്ന പ്രവൃത്തിയാണ്. അതെന്താ? ബാങ്കാണ്. ഈ അബൂ മെഹ്ദൂറയാണ് നിമിഷങ്ങൾക്കിപ്പുറം ഞാനൊരു ബാങ്കി ആകണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്നെ നിങ്ങൾ ബാങ്ക് കൊടുക്കാൻ നിശ്ചയിക്കണം എന്ന് റസൂലുള്ളാഹിനോട് പറയുന്നത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പ്രഖ്യാപിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റത്തിന് ഒരു വലിയ സ്വാധീനമുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പെരുമാറ്റം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മെഹ്ദൂറയോട് പെരുമാറിയത്, അദ്ദേഹത്തിൻ്റെ തലയിൽ തടവി, കൈകളിൽ തടവി, മാറിലും വയറിലും തടവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഇவ்விധം പെരുമാറിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമായി മാറിയത്. അത് നമുക്ക് പാടാണ്. അറബിയിൽ പറയും, അമലുൻ സ്വാലിഹ് ഖൈറുൻ മിൻ അൽഫി അൽസിന. 1000 നാവുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരു സാലിഹായ നല്ല പ്രവൃത്തി. ഒരു സൽപ്രവൃത്തിയിൽ നമ്മൾ മാതൃകയായിട്ടുണ്ടെങ്കിൽ 1000 തൊള്ളോണ്ട് വയലറിയണിയിലേറെ അത് ഉത്തമം എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പെരുമാറ്റത്തിലൂടെയാണ് മനുഷ്യ ഹൃദയങ്ങളെ അടക്കി ഭരിക്കുകയും ഉടമപ്പെടുത്തുകയും ചെയ്തത് എന്നതാണ് നേര്. സുമാമ ഇബ്നു ഉസാൽ, ആരാ സുമാമ ഇബ്നു ഉസാൽ? യമാമക്കാരനാണ്. യമാമയിലാണ് മുസൈലിമത്തുൽ കദ്ദാബും കൂട്ടിട്ടുള്ളത്. പരുഷ പ്രകൃതക്കാരാണ് ആ നാട്ടുകാർ. അതിൽ സുമാമ ഇബ്നു ഉസാലിനെ റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് ബന്ദിയാക്കി പിടിച്ചിട്ട് മദീനത്ത് കൊണ്ടുവരിക. അങ്ങനെ മദീനയിലെ പള്ളിയിൽ 3 ദിവസം സുമാമ ഇബ്നു ഉസാൽ ബന്ദിയാണ്, റസൂലുള്ളാഹിൻ്റെ ബന്ദിയാണ്. ഓരോ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ചെന്ന് കാണും, എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കും, നിലപാട് എന്താണെന്ന് ചോദിക്കും. ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ല. സുമാമ പറയാണ്, കൺമുമ്പിൽ കാണുന്നതിൽ ഏറ്റവും വെറുപ്പുള്ളത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അങ്ങനെ 3-ാം നാളിലും ചോദിച്ച് റസൂല പറയാണ്, കയറൂരി വിടാൻ, പോയിക്കോട്ടെ ഇറക്കും. അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ല. ഈ ശത്രുതയിൽ പോയിക്കോട്ടെ, റസൂല വിടുകയാണ്. പക്ഷേ സുമാമ ഇബ്നു ഉസാലിനെ കയറൂരി വിട്ട് മസ്ജിദ് നബവിയിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചാണ് പോയിട്ട് കുളിച്ചുകൊണ്ട് വന്നിട്ട് റസൂലുള്ളാഹിൻ്റെ മുന്നിൽ നിന്നിട്ട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ്, എന്തറിയോ, വൈകുന്നേരം ഇന്നലെ നിശയിൽ വൈകുന്നേരത്ത് ഈ ഭൂമിക്കുപരിയിൽ ഏറ്റവും വെറുപ്പ് എനിക്ക് നിങ്ങളോടായിരുന്നു, നിങ്ങളുടെ ആദർശത്തോട്, ദീനിനോടായിരുന്നു. അത്ര വെറുപ്പുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രഭാതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്, നിങ്ങളുടെ ദീനിനോടാണ് എന്ന് പറഞ്ഞാണ് സുമാമ ഇബ്നു ഉസാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് റളിയല്ലാഹു തആല അൻഹു.
ഇത് എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേടിയെടുത്തത്? ഇങ്ങനെ കൊടിയ ശത്രുവിനെ, ബദ്ധവൈരിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹൃദയങ്ങൾ കവർന്നെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽപെരുമാറ്റങ്ങൾ കൊണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകാപരമായ സമീപനങ്ങൾ കൊണ്ടുമായിരുന്നു എന്ന് അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വശീകൃതനാവുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ഒരാളാവുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കൊരു ബാങ്കിയാകണം എന്ന ജോലി അഭിലഷിക്കുകയും ചെയ്തതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം അതാണ് നമ്മൾ തെളിഞ്ഞു കാണുന്നത്. കുറേ വിഷയങ്ങൾ പറയേണ്ടതുണ്ട്, പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഇവിടെ ഉണർത്തുകയും കേൾപ്പിക്കുകയും ഉണ്ടായത്. അബൂ മഹ്ദൂറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാങ്കിയാണ്. ഹിജ്റയുടെ 54 അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഈ മഹത്തുക്കളോടൊപ്പം സ്വർഗരാജ്യത്തിൽ ഒരിടം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ തൗഫീഖും ബർക്കത്തും റഹ്മത്തും നഫ്ഹത്തും നമ്മളിൽ, നമ്മുടെ ഈ വേദിയിൽ ചൊരിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളിലൂടെ നമ്മുടെ ഉമ്മവാപ്പന്മാർക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് ഇമാമുമാരായി ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഈ ഒരു പുണ്യത്തിൻ്റെ വേദിയിൽ അള്ളാഹു നമ്മളെ സമ്മേളിപ്പിച്ചതുപോലെ അള്ളാഹു സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.